Hello friends, welcome to my channel. Today I am going to teach you expansions using Pascal's triangle. Okay, നമുക്കിന്ന് Pascal's triangle എന്താണെന്ന് നോക്കാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പാൻഷൻസ്, അതായത് algebraic എക്സ്പ്രഷൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് Pascal's triangle എന്താണെന്ന് നോക്കാം. ഇതൊരു ഈസി മെത്തേഡാണ്. നമുക്കിപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab എന്നൊക്കെ പറഞ്ഞ് പഠിക്കാണ്ട് നമുക്ക് ഈ മെത്തേഡ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ പാസ്കൽ ട്രയാങ്കിൾ എപ്പോഴും ഫസ്റ്റ് റോയിൽ 1 ആയിരിക്കും. സെക്കൻഡ് റോയിൽ നമ്മൾ എപ്പോഴും ഇതിൽ ബിഗിനിങ്ങും എൻഡിങ് എപ്പോഴും എന്താണ് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ബിഗിനിങ് നമ്പർ 1, നെക്സ്റ്റ് ഈസ് നമ്മൾ 2 എടുത്തു, എൻഡിങ് നമ്പർ 1 എടുത്തു. അതിൻ്റെ തേർഡ് റോയിൽ നമ്മൾ എന്തെടുത്ത് ബിഗിനിങ് 1, ഇനി എന്ത് ചെയ്യുക, ഈ 1 + 2 ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 3 കിട്ടും. പിന്നെ ഈ 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക, അപ്പോഴും നമുക്ക് എന്താണ് 3 കിട്ടും. എൻ്റെ എൻഡിങ് നമ്പർ 1 കിട്ടും. അപ്പോൾ ഇതാണ് തേർഡ് റോ. എൻ്റെ ഫോർത്ത് റോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 1 + 3 4, 3 + 3 6, 3 + 1 4, പിന്നെയും 1. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് algebraic എക്സ്പ്രഷൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന a + b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം നമ്മൾ ഇതിൽ a + b ഹോൾ സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സ്ക്വയറിൻ്റെ ടേം അത് ഫസ്റ്റ് വി റൈറ്റ് ഓൺ എന്താണ് ദ സ്ക്വയർ ടേം ഓഫ് എ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വെറും എ ടേം, അതായത് ഡിക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നെക്സ്റ്റ് ഈസ് എ ടേം എഴുതി. അപ്പോൾ എൻ്റെ ടേം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് എഴുതുന്നത് എന്താണ്, ബി സ്ക്വയറിൻ്റെ ടേം എഴുതി. ഇനി നമുക്ക് ബി ടേം എഴുതണം. ബി ടേം എന്താണ്, ലെഫ്റ്റ് ഓഫ് ദ ബി സ്ക്വയർ ആണ് നമ്മൾ എഴുതുന്നത്. എന്താണ്, എയോട് കൂടി ചേർത്തിട്ട് എഴുതും. അപ്പോൾ a² ab b² എന്ന് എഴുതി. അപ്പോൾ ഇതിൽ എത്ര ടേം ഉണ്ട്, 1 2 3 3 ടേം ആണല്ലോ. പാസ്കൽസിൽ എത്ര 3 ടേമുള്ള റോ ഏതാണ്, സെക്കൻഡ് റോ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് 1 ആണ് ഫസ്റ്റ് നമ്പറിൻ്റെ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ് വരുന്നത്. അപ്പോൾ a² 1 a² എഴുതിയാലൊക്കെ സെയിം ആണ്. അപ്പോൾ നമ്മൾ a² എന്ന് ഇട്ടു. രണ്ടാമത്തെ നമ്മളെന്താണ് 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2ab എന്ന് എഴുതി. മൂന്നാമത്തെ എന്താണ് 1 ആണ്, b². ഇതല്ലേ a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻസ്. നമുക്ക് ഈസി എഴുതാൻ പറ്റിയല്ലോ. നമ്മൾ പഠിക്കുകയൊന്നും വേണ്ട, നമുക്കിതിങ്ങനെ ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട. നമുക്ക് ഇത് പാസ്കൽസ് ട്രയാങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതാണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഈ മൈനസും പ്ലസും ഒക്കെ എങ്ങനെ എഴുതുക. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ മൈനസ് വരുമ്പോൾ എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് മൈനസ് ഇടുന്നത്. ആദ്യം നമ്മൾ സൈൻ ഇടുന്നത്, ആദ്യം നമ്മൾ പ്ലസ് ഇടുകയാണെങ്കിൽ രണ്ടാമത് മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ആദ്യം പ്ലസ് ആണ് ഇടുന്നത്. പ്ലസ് ഇടുമ്പോൾ a² ഇട്ടു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ഇട്ടു, പിന്നെ എ ഇട്ടു, പിന്നെ നമ്മൾ പ്ലസ് ഇട്ടു, b² ഇട്ടു. b² ടേം കഴിഞ്ഞു, a² ടേം കഴിഞ്ഞു, എൻ്റെ ടേം കഴിഞ്ഞു. ഇനി നമുക്ക് ബീൻ്റെ ടേം ആണ്, അത് നമ്മൾ നെക്സ്റ്റ് ഇപ്പർ ഇട്ടു, എൻ്റെ കൂടെ ഇട്ടു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്താണ് കോഎഫിഷ്യൻ്റ് എടുത്ത് എഴുതുക, a² - 2ab + b². ഇതാണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇനി നമുക്ക് ക്യൂബ് എങ്ങനെ എഴുതുന്നത് നോക്കാം. a + b ഹോൾ ക്യൂബ് എന്താ എഴുതുന്നത്, ആദ്യം നമ്മൾ ക്യൂബിൻ്റെ ടേം എഴുതി. a³ എല്ലാം പ്ലസ് അല്ലേ, അപ്പോൾ നമുക്ക് എല്ലാം പ്ലസ് ധൈര്യമായിട്ട് ഇടാം. a³ പിന്നെ a², പിന്നെ a എഴുതി. പിന്നെ എന്താണ് നമ്മൾ b³ എഴുതി. b³ എഴുതു. പിന്നെ എന്താണ് b² കഴിഞ്ഞാൽ b³ കഴിഞ്ഞാൽ b², പിന്നെ നമുക്ക് b എഴുതി. അപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്, 1 2 3 4 ടേം ഉണ്ട്. അപ്പോൾ 4 ടേമുള്ള ഏതാണുള്ളത്, ഇതാണ് 4 ടേമുള്ള റോ. അപ്പോൾ നമുക്ക് എന്താണ് കോഎഫിഷ്യൻ്റ് 1 3 3 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്താണ് 1 കോഎഫിഷ്യൻ്റ് ആയാൽ അത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് a ഇട്ടു. പിന്നെന്താണ് 3a² b പ്ലസ് എന്താണ് 3ab² + b³. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഇനി നമുക്ക് മൈനസ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, മൈനസ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് മൈനസ് ഉള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ എന്താണ് a³ പ്ലസ് മൈനസ് a² പ്ലസ് a പ്ലസ് b, അല്ല പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് വരും, മൈനസ് b³ വരും. b³ കഴിഞ്ഞാൽ ഇവിടെ b², പിന്നെ ഇവിടെ b. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എന്താണ് അതേ സെയിം തന്നെയല്ല, 1 2 3 4 ടേമാണ്. അപ്പോൾ തേർഡ് റോ ആണ് എടുത്തത്. തേർഡ് റോ അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റോ. അപ്പോൾ നമുക്ക് അതേ നമ്പർ തന്നെ ഇവിടെ കൊടുക്കാം. 3a² b പ്ലസ് എന്താണ് 3ab² - b³. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻസ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇതുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.